യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലറാണ് സാമുവൽ ലിറ്റിൽ. 1970-നും 2005-നും ഇടയിൽ 93ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലറാണ് ലിറ്റിൽ. 1940 ജൂൺ 7-നാണ് ലിറ്റിൽ ജനിക്കുന്നത്. മാതാപിതാക്കൾ ഉപേക്ഷിച്ച ലിറ്റിലിനെ വളർത്തിയത് മുത്തശ്ശിയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ലിറ്റിൽ ഒരു കുഴപ്പക്കാരനായിരുന്നു. ആദ്യമായി പോലീസിന്റെ പിടിയിലാകുന്നത് 1956-ലാണ് അതിക്രമിച്ച് കയറിയ കുറ്റത്തിന്. 1960-ൽ അമ്മയോടൊപ്പം താമസിക്കാൻ ലിറ്റിൽ ഫ്ലോറിഡയിലേക്ക് മാറി. 1961-ൽ കടയിൽ അതിക്രമിച്ച് കയറിയ കുറ്റത്തിന് 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. തടവ് ശിക്ഷയൊക്കെ കഴിഞ്ഞിറങ്ങി സെമിത്തേരിയിലെ തൊഴിലാളിയായും ആംബുലൻസിലെ അറ്റൻഡറായും ഒക്കെ ജോലി ചെയ്തു. പിന്നീട് ലിറ്റിൽ യുഎസിലെ പല സ്റ്റേറ്റുകളിലും യാത്ര ചെയ്യാൻ തുടങ്ങി. 1975 മോഷണം, തട്ടിപ്പ്, മദ്യപിച്ച വാഹനം ഓടിക്കൽ, ബലാത്സംഗം അങ്ങനെ 26ഓളം കേസുകളിലെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1982-ൽ ലിറ്റിൽ വീണ്ടും അറസ്റ്റിലായി. 22 വയസ്സുള്ള മെലിൻഡ റോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. എന്നാൽ ലിറ്റിലിനെതിരെ വേണ്ടത്ര തെളിവുകളൊന്നും കിട്ടിയില്ല. അങ്ങനെ ലിറ്റിൽ വീണ്ടും ജയിലിൽ നിന്നിറങ്ങി ഫ്ലോറിഡയിലേക്ക് പോയി. ലിറ്റിൽ ഫ്ലോറിഡയിൽ ചെന്ന് അധിക നാളാകുന്നതിന് മുമ്പ് 26 വയസ്സുള്ള പാട്രീഷ്യ ആൻ മോണ്ടിങ് എന്ന സ്ത്രീയെ കാണാതായി. പിന്നീട് ആ സ്ത്രീയുടെ ബോഡി കണ്ടെത്തി. പാട്രീഷ്യയെ കാണാതാവുന്നതിന് മുമ്പുള്ള രാത്രിയിൽ ലിറ്റിലിനെയും പാട്രീഷ്യയെയും ഒരുമിച്ച് കണ്ടുവെന്ന് നിരവധി പേർ സാക്ഷിമൊഴി കൊടുത്തെങ്കിലും കൊലപാതകം നടത്തിയത് ലിറ്റിലാണ് എന്നതിനുള്ള ഒരു തെളിവും ലഭിച്ചില്ല. ലിറ്റിൽ ആ കേസിൽ നിന്നും ഊരിപ്പോന്നു. ലിറ്റിൽ പിന്നീട് കാലിഫോർണിയയിലേക്ക് താമസം മാറി. 1984-ൽ 22 വയസ്സുള്ള ലൗറി എന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായി. വേണ്ടത്ര തെളിവുകളില്ലാത്തതിനാൽ ലിറ്റിൽ ഈ കേസിൽ നിന്നും സുഖമായിട്ട് ഊരിപ്പോന്നു. ഈ സംഭവം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അബോധാവസ്ഥയിലായ ഒരു സ്ത്രീയെയും ലിറ്റിലിനെയും പോലീസ് ലിറ്റിലിന്റെ കാറിൽ കണ്ടെത്തി. 1 മാസം മുമ്പ് ലൗറിയെ കൊല്ലാൻ ശ്രമിച്ച അതേ സ്ഥലത്ത് വെച്ചാണ് ലിറ്റിൽ വീണ്ടും പിടിയിലാകുന്നത്. ഈ 2 കേസുകളുമായി 2.5 വർഷത്തോളം ലിറ്റിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. 1987-ൽ വീണ്ടും ജയിലിൽ നിന്നിറങ്ങിയ ഉടനെ ലോസ് ആഞ്ചൽസിലേക്ക് ലിറ്റിൽ താമസം മാറി. ലിറ്റിൽ വീണ്ടും അറസ്റ്റിലാകുന്നത് 2012 സെപ്റ്റംബർ 5-നാണ്. ഒരു മയക്കുമരുന്ന് കേസിലായിരുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം നടപടിക്രമം അനുസരിച്ച് ലിറ്റിലിന്റെ DNA എടുത്ത് ഡേറ്റാബേസിൽ എൻ്റർ ചെയ്തപ്പോൾ പോലീസ് ഞെട്ടി. 1980കളുടെ അവസാനത്തിൽ നടന്ന 3 സ്ത്രീകളുടെ കൊലപാതകത്തിൽ ലിറ്റിലിന് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ലിറ്റിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ 93ഓളം കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. ആ മരിച്ച സ്ത്രീകളുടെ ബോഡിയിൽ നിന്ന് DNA കണ്ടെത്തിയിരുന്നു എങ്കിലും ലിറ്റിലിന്റെ DNA ഡേറ്റാബേസിൽ ഉണ്ടായിരുന്നില്ല. കാരണം ലിറ്റിൽ അഭയാർത്ഥിക്കുള്ള ഷെൽട്ടറിലായിരുന്നു താമസിച്ചിരുന്നത്. 1987 മുതൽ 2012 വരെ ലിറ്റിൽ അങ്ങനെ പോലീസ് കേസുകളിലൊന്നും പെട്ടിരുന്നില്ല, അറസ്റ്റിലായിരുന്നുമില്ല. അതും ലിറ്റിലിന്റെ DNA ഡേറ്റാബേസിൽ ഇല്ലാത്തതിന് കാരണമായി. ലിറ്റിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ 93ഓളം കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. 1987-ൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ലിറ്റിൽ കൊലപാതകം നടത്തുന്നുണ്ടായിരുന്നു. ലിറ്റിലിന്റെ ഇരകൾ കൂടുതലും സെക്സ് വർക്കേഴ്സും ഡ്രഗ് അഡിക്ട്സും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളൊന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. കാരണം ലിറ്റിലിന് നന്നായിട്ട് അറിയാമായിരുന്നു ഇങ്ങനെയുള്ളവരെ ഒന്നും അന്വേഷിക്കാൻ ആരും വരില്ല എന്ന്. മിസ്സിംഗ് ആയാൽ പോലും കംപ്ലൈന്റ് കൊടുക്കാൻ ആരും കാണില്ല എന്നും. 2014 സെപ്റ്റംബർ 25-ന് ലിറ്റിലിനെ പരോളില്ലാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2020 ഡിസംബർ 30-ന് 80-ാം വയസ്സിൽ ലിറ്റിൽ മരണപ്പെട്ടു.